അതിജീവിതയ്ക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ തുടർവാദത്തിനായി നാളത്തേക്ക് മാറ്റി കമലേഷ് തെക്കേക്കാട് ചേരുകയാണ്. കമലേഷ്, എന്തൊക്കെയാണ് വിശദമായ വിവരങ്ങൾ? ഇന്ന് രാഹുൽ ഈശ്വറിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം തുടർന്നിരുന്നു. പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദങ്ങൾ ഏതാണ്ട് പൂർത്തിയായി. പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ രാഹുൽ ഈശ്വർ നൽകിയിരുന്നു. അങ്ങനെയിരിക്കെ എങ്ങനെ അതിന്റെ കീഴ്ക്കോടതിയിൽ വീണ്ടും ജാമ്യാപേക്ഷ നൽകാൻ കഴിയുമെന്ന സാങ്കേതിക പ്രശ്നം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നും ചില ചോദ്യങ്ങൾ കൂടി രാഹുൽ ഈശ്വറിനോട് ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ എഫ്ഐആറിനകത്തുള്ള വിവരങ്ങൾ വായിക്കുക മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളത്. അതിജീവിതയെ അധിക്ഷേപിക്കുന്ന നിലയിലുള്ള ഒന്നും വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം വീഡിയോകൾ നീക്കം ചെയ്യാൻ താൻ സന്നദ്ധനാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ. എങ്ങനെയാണ്, അതായത് ഇത്തരത്തിലൊരു അതിജീവിതയുമായി ബന്ധപ്പെട്ട ഇത്തരമൊരു കേസിന്റെ എഫ്ഐആർ പൊതുസമക്ഷം ഇങ്ങനെ പറയാൻ, അല്ലെങ്കിൽ അത് പൊതുജനമധ്യത്തിൽ ലഭിക്കുന്നത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് പരസ്യപ്പെടുത്താൻ കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ ഈശ്വറിനോട് കോടതി പ്രധാനമായും ചോദിച്ചിട്ടുള്ളത്. ഏതായാലും ഇതിപ്പോൾ വാദം തുടർവാദത്തിനായി നാളത്തേക്ക് കേസ് മാറ്റിയിരിക്കുകയാണ്. ശരി, കമലേഷാണ് വിവരങ്ങൾ നൽകിയത്.